കേന്ദ്രം അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം നമുക്ക് ലഭ്യമാകാത്ത ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും കെടുകാര്യസ്ഥത കൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ധനസഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പും ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രളയവും മഹാമാരിയും ഒക്കെ ഉണ്ടായപ്പോൾ ഈ കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി സർക്കാർ, LDF സർക്കാർ, CPM നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ എല്ലാ ദുരന്തങ്ങളും എല്ലാ മഹാമാരികളും ഇവർക്ക് പണം ഉണ്ടാക്കാനും പണം സമ്പാദിക്കാനും അഴിമതി നടത്താനുള്ള ഒരു അവസരമായി എന്തിനേറെ പറയുന്നു, ഭരണത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറാനുള്ള ഒരു ഒരു ചൂണ്ടുപലകയായി അല്ലെങ്കിൽ ഒരു അവസരമായി അവരതിനെ കാണുകയാണ്. ഇവരൊക്കെ കള്ളക്കണക്കുണ്ടാക്കാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കാണെന്ന് എനിക്ക് തോന്നുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഇവരെ കമാൻഡോകളെ പോലെ പ്രളയത്തിൽ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് എറണാകുളം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അവർക്ക് വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ അടിച്ചു മാറ്റിയത്, അവർ സഹകരിച്ച് അടിച്ചു മാറ്റിയത്. അങ്ങനെ പ്രത്യേക പരിശീലനം, സാധാരണ നമ്മൾ ഈ ചാവേർ ആക്രമണം നടത്താൻ പരിശീലനം കൊടുക്കുന്ന ഇതുപോലെ എനിക്ക് തോന്നുന്നു CPM-കാരുടെ അണികൾക്കും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും പ്രത്യേക പരിശീലനം ഇങ്ങനെ കള്ളക്കണക്കുണ്ടാക്കാൻ, സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും ഒക്കെ പണം അടിച്ചു മാറ്റാനുള്ള പരിശീലനം കൊടുക്കണമെന്ന് എനിക്ക് സംശയം. അതുപോലെ അതിദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ഈ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരാളുകൾക്കും സർക്കാരിന്റെ ഒരു സഹായം കിട്ടാത്ത ഒരു ദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് UDF-ന്റെ വഞ്ചനാ ദിനമായി നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. നമ്മളിത് ദിനാചരണം മാത്രമല്ല, നമ്മളിത് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഈ സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ കുറിച്ച് നമുക്ക് ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ജനരോഷവും ഉണ്ട്. പക്ഷെ ആ ജനരോഷം ആളിക്കത്തിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു ദയനീയ സാഹചര്യം നമ്മളെ സംബന്ധിച്ചും രാഷ്ട്രീയപരമായി നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ വേദനാജനകമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്നിവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഈ സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം അത് തന്റെ കൂടി ഉത്തരവാദിത്തമാണ്. പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ മുൻപോട്ട് വരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മാതൃകാപരമായ കാര്യങ്ങളിലും പിന്നീട് കാണുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അടിച്ചുമാറ്റൽ നയമാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നപ്പോഴും അതുകൊണ്ടാണ് വലിയ രീതിയിൽ തുകകൾ സമാഹരിക്കുന്ന സമയത്ത് ആ ഗവൺമെന്റിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പലപ്പോഴും ആ വളരെ കുറഞ്ഞ തുക വളരെ പതുക്കെ വന്ന് പിന്നീട് അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്ത് സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പണം മേടിച്ച് നിർബന്ധിതമായി, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കൊക്കെ വലിയ തുക മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ പണം അടിച്ചുമാറ്റലിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റുള്ള വയനാട് ജില്ല മാത്രം വിചാരിച്ചാൽ തന്നെ കോടിക്കണക്കിന് രൂപ വരും എന്നുള്ള സ്ഥാനത്ത് കേരളം ഒന്നടങ്കം സഹായിച്ചിട്ടും ഇപ്പോഴും ഇതുപോലെ ഒരു എച്ചിക്കണക്ക് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അവരുടെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ KP പോളി സൂചിപ്പിച്ചതുപോലെ അവരെ സംബന്ധിച്ച് ഇവിടുത്തെ ദുരന്ത മുഖങ്ങൾ എന്നും അവർക്ക് ഒരു വളരെയേറെ ഗുണകരമാക്കുന്ന രീതിയിലേക്ക് എല്ലാം മാറ്റിമറിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. നിപ്പ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോവിഡ് ആയിക്കോട്ടെ, ഏതെല്ലാം പിന്നിലുള്ള അതിന് മെഡിക്കൽ വിഭാഗത്തെ എല്ലാം ഉത്തേജിപ്പിക്കുമ്പോഴും പരിപോഷിപ്പിക്കുമ്പോഴും അതിന്റെ പിന്നിൽ മാസ്ക് അടക്കം, ശവപ്പെട്ടി അടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ KP പോളി പറഞ്ഞത് കുഴിച്ചിട്ടതിൽ പോലും അത് വളരെ ഫ്രീ ആയിട്ട് ചെയ്ത പല സംവിധാനങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തതിന് പോലും ഗവൺമെന്റ് ബില്ല് വെക്കുമ്പോൾ 10,000 രൂപ ഒരു കുഴി കുത്തിയതിനടക്കം വെച്ചുകൊണ്ട് കേന്ദ്രത്തെ അതുപോലെ കേന്ദ്ര ഫണ്ടൊക്കെ അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ നമ്മൾ ശക്തമായി സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന ഈ സമരം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിഷേധകമായ രണ്ട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സന്ദർശനം പോലെയല്ല രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമെന്ന് നമുക്ക് ഓരോ ദിവസവും വിദേശങ്ങളിൽ കിട്ടുന്ന റിപ്പോർട്ടുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അവിടെ ജനങ്ങളുമായി സംവദിക്കുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ മുഖം എന്താണ്? നരേന്ദ്രമോദിയുടെ പൊയ്മുഖം വലിച്ചെറിയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ്താവനകൾ ഇന്ന് BJPക്ക് അടക്കമുള്ള നരേന്ദ്രമോദി അടക്കമുള്ള ഗവൺമെന്റിലെ പല ആളുകൾക്കും രുചിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ചാവേറുകളായി BJPയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ രാജ്യത്തെമ്പാടും ഉയർത്തുകയാണ്. അവർക്കെതിരെ ശക്തമായ
കേസെടുത്ത് നടപടി നടത്തി മുന്നോട്ട് പോകണമെന്ന് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, കേരളത്തിലെ ദുഃഖിപ്പിച്ച വയനാട് ദുരന്തം നമുക്കൊരു പക്ഷേ സമാനതകളില്ലാത്ത കേരളത്തിലെ ഒരു ദുരിതമായിരുന്നു. ആ ദുരിതത്തെ സംബന്ധിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം എല്ലാവരും തന്നെ അതിനോട് യോജിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ എല്ലാവരും കഴിയാവുന്ന തരത്തിൽ ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് സഹായത്തുമായി മുന്നോട്ട് പോവുകയായിരുന്നു. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഈ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കേന്ദ്രത്തിൽ നിന്ന് പണം തട്ടാനായിട്ട് ഇവിടെ പിണറായി സർക്കാർ കൊടുത്ത ഒരു ബഡ്ജറ്റ് കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ ഇതിനു മുമ്പ് നേരത്തെ പോളി സൂചിപ്പിച്ചതുപോലെ മുൻനിന്ന കാലങ്ങളിൽ നടന്ന ദുരിതങ്ങളിലൊക്കെ ഇത്തരം കള്ളക്കണക്കുകൾ കൊടുത്ത് സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് പണം തട്ടുന്ന ഒരു സംഭവമായി ഈ പിണറായി സർക്കാർ ഇത്തരം ദുരിതങ്ങളെ കാണുന്നു എന്നുള്ളതിന്റെ വസ്തുതയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്കറിയാം, ഇവിടെ ഒറ്റ കാര്യം തന്നെ നമുക്കറിയാം, അവിടെ നടന്ന മൃതദേഹങ്ങളുടെ സംസ്കാരം ആ സംസ്കാരം നമുക്കറിയാം. ഇവിടെ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ, മുഴുവൻ സന്നദ്ധ സംഘടനകൾ അവരുടെ നേതൃത്വത്തിൽ അവര് പണം മുടക്കി ഈ ഒട്ടേറെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അങ്ങനെ നമുക്കറിയാം, മറ്റു ഫണ്ടുകൾ ഒഴുകി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇനി കേരളത്തിന്റെ ഒരു പ്രദേശത്തു നിന്നും ഇനി ആവശ്യമായ സ്ഥാനങ്ങൾ നൽകേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് അതൊക്കെ സൗജന്യമായി കിട്ടിയതിനൊക്കെ പണം എഴുതി അതിന്റെ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി ഇത്തരം ഫണ്ടുകൾ ചെലവാക്കാൻ കഴിയുന്ന സാഹചര്യത്തേക്ക് പോകാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ മാധ്യമങ്ങൾ അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും വിഷയമെടുത്ത് ചർച്ച ചെയ്തപ്പോൾ ഇപ്പൊ മാധ്യമങ്ങളെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ മരുമോനടക്കമുള്ള റിയാസ് മന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സത്യസന്ധമായ വസ്തുതപരമായ കാര്യങ്ങൾ നിരത്താതെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇവിടെ സാലറി ചലഞ്ച് നടത്തി അങ്ങനെ നിരവധിയായ ഫണ്ടുകൾ, സംസ്ഥാന ഫണ്ടിന്റെ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ അവിടെ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ളത്. ചെലവഴിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഫണ്ടുകളുണ്ട്. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വന്ന് നമുക്കറിയാം, ഓണം കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ ഖജനാവ് പൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നുപോലെ നാളെ മുതൽ ഈ സംസ്ഥാനത്തെ ഖജനാവ് പൂട്ടുന്ന സാഹചര്യം, 5 ലക്ഷത്തിൽ താഴെയുള്ള ബില്ലുകൾ മാത്രം മാറുന്ന സ്ഥിതി. നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 365 ദിവസത്തിൽ പകുതിയിൽ കൂടുതൽ ദിവസങ്ങളും ഖജനാവ് അടച്ചിടുന്ന സാഹചര്യമുള്ള ഒരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ. അത്രമാത്രം സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഈ സംസ്ഥാനത്തെമ്പാടും ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അതിശക്തമായ സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് KP അയ്യപ്പന്റെ നേതൃത്വം നടത്തുന്ന സമരത്തിന് എല്ലാവിധ അഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കിനിയും മാപ്പില്ല. വയനാടിന്റെ പ്രകൃതി ദുരന്തം കള്ളക്കണക്കെഴുതിയ സർക്കാരെ, ഫണ്ട് തട്ടിക്കുന്ന സർക്കാരെ, നിങ്ങൾക്കിനിയും മാപ്പില്ല. മനുഷ്യജീവന് വില കൽപ്പിക്കാൻ മടി കാണിക്കും സർക്കാരെ. അഭിമാനത്തിന് ഒരു തരിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ തുടരാതെ രാജിവയ്ക്കോ പുറത്തു പോകൂ. നമുക്കറിയാം, ഈ ഗവൺമെന്റ് നമ്മളോട് ചെയ്യുന്ന ക്രൂരമായ നടപടികൾ, അതുമാത്രമല്ല മരിച്ച ആളുകൾക്ക് പോലും എല്ലാവരും വില കൊടുക്കുമെങ്കിലും ഇവര് സാമ്പത്തികമായിട്ടുള്ള വിലയാണ് കൂട്ടിക്കൊടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ലജ്ജാകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് വയനാട് സംഭവമായിട്ട് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും നമുക്ക് കഴിയാവുന്ന സഹായമൊക്കെ പാർട്ടി ആയാലും വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അനാവശ്യ ചെലവുകളുമായി എഴുതി ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റ് നമ്മൾ ലജ്ജാകരമാക്കുന്ന, ജനങ്ങളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും ലജ്ജാകരമായ രീതിയിലാണ് ഈ പ്രവർത്തിക്കുന്നത്. ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള എറണാകുളം ജില്ലാ DCC പ്രസിഡന്റിന്റെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് നടന്ന ഈ സമ്മേളനത്തിന് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരേപോലെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട
സർക്കാർ ചെയ്യുന്ന ജനദ്രോഹം, മരിച്ച ആളുകളോട് പോലും കാണിക്കുന്ന ക്രൂരത, അതാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുക. അതിനെതിരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും വഞ്ചനാ ദിനമായി ഇന്ന് ആചരിക്കുകയും ചെയ്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ പി അയ്യപ്പന് എല്ലാവരുടെയും പേരിലുള്ള